زرت النبي صلى الله عليه وسلم ഞാൻ നബി തങ്ങളെ സന്ദർശിച്ചു എന്ന് പറയലല്ലാതെ മിനിങ്ങളെ ഇവിടെ മനസ്സിലാക്കണം. ഖബർ എന്ന പദം ചേർത്ത് പറയുന്നത് ഹറാമല്ല, തെറ്റല്ല, വിരോധമല്ല. പക്ഷേ റസൂലുള്ളാഹി തങ്ങളെ ആ ഹുബ്ബി അവരെ കൽബിൽ അതിന്റെ രുചി അങ്ങ് കിട്ടിയപ്പോ അവിടെ പേര് പറയാൻ അവരുടെ മനസ്സ് അനുവദിക്കുന്നില്ല. ബഹുമാനപ്പെട്ട താജുൽ ഉലമ അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. മരണപ്പെടുന്നതിന് നിരന്തരമായി 10-15 ദിവസത്തോളം താജുൽ ഉലമ ആ സമയത്തൊക്കെ കേൾപ്പിച്ചത് റസൂലുള്ളാഹി തങ്ങളാ മദ്ഹല്ലേ. അവിടത്തെ പുള്ളിമാരെ കൊണ്ട് ബുർദയിങ്ങനെ പാടി കേൾപ്പിക്കുന്ന രംഗം ഈ പാവപ്പെട്ട ഞാൻ കണ്ടവനാണ്. കാരണം എന്തുകൊണ്ട്? റസൂലുള്ളാഹി തങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാല് പോരാ, കൽബ് കൊണ്ടുള്ള സ്നേഹമാകണം. ആ ബഹുമാനം വേണം. ബഹുമാനം എന്നുള്ളതാണ് മനുഷ്യന്റെ ഉയർച്ച. ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. എന്റെ മുഅ്മിനീങ്ങളെ, യുവാക്കളെ, എസ്എസ്എഫിന്റെ ചെറുപ്പക്കാരെ, അതുകൊണ്ട് ആലിമീങ്ങളെ, സയ്യിദന്മാരെ, ബഹുമാനിക്കാൻ അർഹതയുള്ള വ്യക്തികളെ ബഹുമാനം കൊടുക്കണം. നമ്മളൊരിക്കലും വലിയവരല്ല. നമ്മുടെ നേതാക്കന്മാർക്കൊക്കെ അല്ലാഹു സ്ഥാനം കൊടുത്തത് അതല്ലേ. നമ്മുടെ നേതാഹു ഖമറുൽ ഉലമ ഇന്നലെ ഉള്ളാളത്ത് വെച്ച് പറഞ്ഞ ഒരു വാക്കാണ്. ഞാൻ ഉള്ളാളത്ത് ഇടയ്ക്കിടയ്ക്ക് വരാനുണ്ടായിരുന്നു. എന്തിനാണ് ഞാൻ വരുന്നത്? താജുൽ ഉലമാന്റെ ഖാദിമെന്ന നിലക്കാട്. മോനെ, നിനക്കൊരു തങ്ങളെ കാണുമ്പോ ഒന്ന് കൈപിടിക്കാനും മടി വന്നു പോയില്ലേ? മഹാന്മാരുടെ ഉയർച്ച, മഹാന്മാർക്ക് അല്ലാഹു കൊടുത്ത സ്ഥാനം, അത് ബഹുമാനമാണ്. ഞാൻ ഇന്നും ഓർക്കുന്നു, ബഹുമാനപ്പെട്ട ചാവക്കാട് ഇബത്തുള്ള തങ്ങള് വലിയ മഹാനാണ്, വലിയ പണ്ഡിതനാണ്. ചാവക്കാട് ഇബത്തുള്ള തങ്ങളെ ദർസിൽ ഓതി പഠിക്കുന്ന കാലത്ത് ഞാനതാ പതിനിയത്തിന്റെ ഇജാസത്ത് വാങ്ങാൻ വേണ്ടി പോയ സമയത്ത് ചാവക്കാട് ഇബത്തുള്ള തങ്ങൾ എന്നോട് വസിയത്ത് ചെയ്തത്, മോനെ, എന്റെ ജീവിതത്തിൽ 15 വർഷം മുതൽ ഇന്നുവരെ ബദരീങ്ങളുടെ പേര് പറയുമ്പോ തർളിയത്തും സയ്യിദ് കൂട്ടാതെ ഞാൻ ബദരീങ്ങളെ പേര് പറഞ്ഞിട്ടില്ല. നിങ്ങളെ, അതാണ് മഹാന്മാരുടെ ഉയർച്ച, അതാണ് മഹാന്മാർക്ക് അല്ലാഹു കൊടുത്ത സ്ഥാനം. അതുകൊണ്ടല്ലേ അവര് ഉന്നത സ്ഥാനത്തിലേക്ക് എത്തിപ്പോയി. എന്റെ യുവാക്കളെ, മുത്തഅല്ലിമീങ്ങളെ, ഇൽമുള്ളത് കൊണ്ട് ഞാൻ വലിയൊരു മൊയിലാറെന്ന് വിചാരിക്കണ്ട. യുവാക്കളെ, എന്റെ കയ്യിൽ എന്തെങ്കിലും കുറച്ച് ഉണ്ടതുകൊണ്ട് ഞാൻ വലിയ ഒരാളെന്ന് ചിന്തിക്കണ്ട. നമ്മളെക്കാൾ വലിയ വലിയ മഹാന്മാരൊക്കെ ഇവിടെ മഹാന്മാരുടെ പൊരുത്തവും കുരുത്തവും കരസ്ഥമാക്കി ജീവിച്ചവരാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ എന്റെ വിഷയം നിർത്തുന്നു. ബഹുമാനപ്പെട്ട മഞ്ഞനാട് ഉസ്താദ്, അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ആരാണ് മഞ്ഞനാട് ഉസ്താദ്? മഞ്ഞനാട് ഉസ്താദിനെ പറ്റി എന്റെ ഉസ്താദായ ശൈഖുന അലികുൽ ഉസ്താദ് പറഞ്ഞ ഒരു സംഭവം, ദർസിൽ ഉസ്താദ് അവർകൾ ഓതിപ്പടിക്കുന്ന സമയത്ത് മഞ്ഞനാട് ഉസ്താദ് നല്ല ചെറുപ്പക്കാരനാണ്, കറുത്ത താടിയുള്ള നല്ല ഒരു പ്രാസംഗികനാണ്. കുമ്പള ഭാഗത്ത് കുമ്പളയിൽ വെച്ച് ഒരു സുന്നത്ത് ജമാഅത്തിന്റെ സമ്മേളനം നടന്നു. ആ സമ്മേളനത്തിൽ എല്ലാ പണ്ഡിതന്മാരുണ്ട്, ശംസുൽ ഉലമയുണ്ട്, കന്യത്ത് ഉസ്താദുണ്ട്, കോട്ടുമല ഉസ്താദുണ്ട്, ഇങ്ങനെ എല്ലാ പ്രഗൽഭ പ്രാസംഗികന്മാരുണ്ട്.
ആ കൂട്ടത്തിൽ ഒരു പ്രാസംഗികനാണ് ബഹുമാനപ്പെട്ട മഞ്ഞനാട് ഉസ്താദ്. എല്ലാ പണ്ഡിതന്മാരുടെ പ്രസംഗം കഴിഞ്ഞു. അവസാനത്തെ പ്രസംഗമാണ് മഞ്ഞനാട് ഉസ്താദിന്റെ പ്രസംഗം. ആ മഹാനവർകള് മൈക്കയുടെ മുമ്പിൽ നിന്ന് പറഞ്ഞ വാക്കെന്താണറിയോ? നാട്ടുകാര്, ഞാനിവിടെ പ്രസംഗിക്കാൻ വന്നവനല്ല, ഞാൻ നിങ്ങളെ ഉപദേശിക്കാൻ വന്നവനല്ല, ഞാൻ ഇതുപോലെയാണ് ഇവിടെ വന്നത്. ഖുർആനിൽ സൂറത്തുൽ കാഫിരി ഏത് ഔലിയാക്കന്മാരെ ചരിത്രം പറഞ്ഞില്ലേ? ആ കൂട്ടത്തിൽ ഒരു നായിന്റെ കഥ പറഞ്ഞില്ലേ? എന്നതുപോലെ ഈ സ്റ്റേജിൽ ഇരിക്കുന്ന വലിയ വലിയ പണ്ഡിതന്മാരുണ്ടല്ലോ, അവരെ കൂട്ടത്തിൽപ്പെട്ട ഒരു നായിയാണ് ഞാൻ. ഇതാണ് മുഅ്മിനീങ്ങളെ മഹാന്മാർ. അതാണ് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിൽ ഉലമാ. അല്ലാഹുവിനെ പേടിക്കുന്ന വിഭാഗമല്ലേ, അവരുടെ മാതൃക, അവരുടെ പാരമ്പര്യം നമ്മൾ പിൻപറ്റണം. ഈ നാട്ടുകാരോട് യുവാക്കളോടടക്കം ഞാൻ പറയുന്നത്, മുഅ്മിനീങ്ങളെ, നമുക്ക് സ്വഹാബത്തിന്റെ ചരിത്രം, അല്ലെങ്കിൽ നമുക്ക് ഖുലഫാഉർ റാഷിദീങ്ങളെ ചരിത്രം, അല്ലെങ്കിൽ താബീങ്ങളെ ചരിത്രം പറയുമ്പോൾ ചിലപ്പോ നിങ്ങളെ കൽബിൽ വന്നേക്കാം, ഇത് 1000-1400 വർഷത്തിന് മുമ്പുള്ള ചരിത്രമല്ലേ, ഇത് ഈ കാലത്ത് നടക്കുമോ? മുഅ്മിനീങ്ങളെ, യുവാക്കളെ, നിങ്ങൾ നോക്കിക്കോ, നമ്മുടെ ജീവിതകാലത്ത് തന്നെ ജീവിച്ച മഹാനല്ലേ ബഹുമാനപ്പെട്ട താജുൽ ഉലമാ. അവിടത്തെ മാതൃക, അവിടത്തെ വഴികള്, അവിടെ കാട്ടിത്തന്ന എല്ലാ വഴികളും സ്വീകരിക്കുക. മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ഞാൻ വളരെ ഗൗരവത്തോടെ പറയുന്നത്, നല്ല നല്ല മഹാന്മാരെ, ആലിമീങ്ങളെ, സയ്യിദന്മാരെ ആദരിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ പെടുത്തി തരുമാറാകട്ടെ. വാക്ക് ഞാൻ നിർത്തുന്നു. ഒറ്റ ഒരാള് ഇവിടെ അനങ്ങാൻ പാടില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, എന്നെ സ്നേഹിച്ചിട്ട ഒന്നുമല്ല, റസൂലുള്ളാഹി തങ്ങളെ മദ്ഹ് പറയുന്ന സദസ്സ് എന്ന നിലയ്ക്ക് ഒരു ഹുർമത്ത് കൊടുത്ത് എല്ലാവരും അവിടെ ഇരിക്കണം. ഇൻഷാ അല്ലാഹ് ബുർദ രണ്ടാമത് ആവർത്തിക്കുന്നുണ്ട്. രസകരമായ നിലയ്ക്ക് കേട്ട് ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലല്ല പല തവണ നമ്മളെ സങ്കടം പറയാൻ, നമ്മളെ ബേജാറ് പറയാൻ നമുക്കിന്ന് നേതാക്കന്മാരില്ല. എല്ലാ നിലക്ക് അർഹതയുള്ള വ്യക്തിയാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി. ആ മദീനത്ത് ചെന്ന് നമ്മുടെ സങ്കടം, നമ്മുടെ ബേജാറൊന്ന് പറയണം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അതിനുള്ള ഒരു അവസരം ഈ ബുർദ പാടുന്ന ഈ മജ്ലിസിൽ നമ്മളൊക്കെ ഉണ്ടാക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഞാൻ ചെറിയ ഒരു ദുആ നടത്തി ഇൻഷാ അല്ലാഹ് ഞാൻ പിരിയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു എല്ലാവരും സംഭാവന കൊണ്ടുവന്നവരുണ്ടാകും ഇൻഷാ അല്ലാഹ്. അതൊക്കെ നിങ്ങൾ കയ്യിൽ പിടിച്ചോ, ഞാൻ ഇൻഷാ അല്ലാഹ് വാങ്ങും. എല്ലാവരും ഒരു 2 മിനിറ്റ് ആമീൻ പറയണം. അർഹമുർ റഹീമീനായ തമ്പുരാനെ, പടച്ചവനെ, ഈ ബുർദ, ഈ മദ്ഹ്, അതിന്റെ ബർക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങളെ നീ നന്നാക്കണമല്ലാ, ഞങ്ങളെ നീ സ്വാലിഹീങ്ങളിൽ പെടുത്തണമല്ലാ, ഞങ്ങളെ ഖൽബ് ആരിഫീങ്ങളുടെ ഖൽബാക്കണമല്ലാ. യാ റഹ്മാൻ യാ അല്ലാഹ്, നല്ലത് മനസ്സിലാക്കാനും നല്ലത് ചിന്തിക്കാനുള്ള ഖൽബ് നീ ഞങ്ങൾക്ക് നൽകണം റഹ്മാനേ. റബ്ബേ, ഒരുപാട് വിഷമമുള്ളവർ, ബേജാറിലുള്ളവർ, കഷ്ടപ്പാടിലുള്ളവർ ഈ സദസ്സിലുണ്ട് റബ്ബേ. ഞങ്ങളെ നീ കഷ്ടത്തിലാക്കല്ല അല്ലാ, ഞെരുക്കത്തിലാക്കല്ല അല്ലാ, കൈകാട്ടി ഇറക്കുന്ന ജീവിതം നീ നൽകല്ല അല്ലാ. ഞങ്ങൾക്ക് ഞങ്ങളെ ഭാര്യ മക്കളുമായി ഒരുപാട് ബാധ്യതകളുണ്ട് റബ്ബേ, അത് പൂർത്തീകരിക്കാതെ റബ്ബേ ഞങ്ങളെ ഭാര്യ മക്കളെ യതീമാക്കി ഞങ്ങളെ നീ മെരിപ്പിക്കല്ല അല്ലാ, മെരിപ്പിക്കല്ല അല്ലാ. ഞങ്ങളെ ഭാര്യ മക്കൾ മറ്റൊരുത്തന് നീ ചുമതലയാക്കല്ല അല്ലാ. യാ അല്ലാ, ഒരുപാട് രോഗമുള്ളവരുണ്ട്, നമ്മുടെ രോഗങ്ങളെ നീ മാറ്റിത്തരണമല്ലാ. ക്യാൻസർ, ട്യൂമർ, കിഡ്നി എഫക്ട് പോലോത്ത രോഗങ്ങൾ നീ ഞങ്ങൾക്ക് നൽകണം
നൽകല്ല അല്ലാഹ്. ആ നിലക്കുള്ള എന്തെങ്കിലും ഒരു രോഗത്തിന്റെ അണുക്കൾ നീ ഞങ്ങളെ ശരീരത്തിൽ പടച്ചിട്ടുണ്ടെങ്കിൽ ആരംഭ റസൂലുള്ളാഹി തങ്ങളെ ആ ബഹുമാനമുള്ള മദ്ഹിന്റെ ബർക്കത്ത് കൊണ്ട് റബ്ബേ നീ എടുത്തു കളയണമല്ല, മാറ്റിക്കളയണമല്ലാ. യാ റഹ്മാൻ യാ അല്ലാഹ്, ഈ മജ്ലിസ് നീ ഖബൂൽ ചെയ്യണമല്ലാ, ഈ മജ്ലിസ് നീ ഖബൂൽ ചെയ്യണമല്ലാ. ഈ മജ്ലിസ് ഉണ്ടാക്കാൻ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടവർ, സംഭാവന ചെയ്തവർ, പലരും സംഭാവന കയ്യിൽ പിടിച്ചവർ, എല്ലാവർക്കും നീ ഇരട്ടി ഇരട്ടി പ്രതിഫലം നൽകണമല്ലാ. റബ്ബേ അവരെയും നമ്മയും എല്ലാ ആഫത്ത് മുസീബത്ത് ബലാലുകളിൽ നിന്ന്, റബ്ബേ ചിന്ന ഭിന്നമായ മരണങ്ങളിൽ നിന്ന് അല്ലാഹ് ഞങ്ങളെ മാംസങ്ങൾ, നമ്മുടെ രക്തങ്ങൾ, മൃഗങ്ങൾ, പക്ഷികൾ നക്കി കുടിക്കുന്ന നിരക്കുള്ള മരണങ്ങളിൽ നിന്ന് ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് നീ കാക്കണമല്ലാഹ്. മരണത്തിന് വല്ല വേദനയുണ്ട് റബ്ബേ. ഒരു ഈച്ച നിന്നാല് പോലും മരിച്ച ശരീരത്തിന് വേദനിക്കുമെന്ന് പഠിച്ചവരാണ് റബ്ബേ. ആ ശരീരത്തിന്റെ റബ്ബേ നെഞ്ഞി പൊട്ടിക്കുന്ന, തല പൊട്ടിക്കുന്നുള്ള ഒരവസ്ഥ നീ ഞങ്ങൾക്ക് നൽകല്ല അല്ലാഹ്, നൽകല്ല അല്ലാഹ്. റബ്ബേ കെട്ടിച്ചു കൊടുക്കാൻ പെൺകുട്ടികളുള്ളവരുണ്ട്, ഖൈറായ ഭർത്താക്കന്മാരെ നീ നൽകണമല്ലാഹ്, സ്വാലിഹായ പുതിയാപ്പിളമാരെ നീ നൽകണമല്ലാഹ്. റബ്ബേ ഞങ്ങളെ ആഖിബത്ത് നീ നന്നാക്കണമല്ലാഹ്, നമ്മുടെ മരണം നീ നല്ല മരണമാക്കണമല്ലാഹ്. റബ്ബേ നമ്മളൊക്കെ നീ സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ പെടുത്തണം റഹ്മാനേ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. ഒരുപാട് തഹ്ലീലുകളും ഇഖ്ലാസുകളും താജുൽ ഉലമാ നബി ഖത്മുൽ ഖുർആനിന്റെ ഒക്കെ അല്ലാഹു അവിടുത്തെ ഹളറത്തിലേക്ക് എത്തിക്കൊടുക്കുകയും പാവങ്ങളായ നമ്മുടെ ഓർമ്മ താജുൽ ഉലമാക്ക് അല്ലാഹു ഉന്നത സ്ഥാനം കൊടുക്കുമ്പോൾ നമ്മളൊക്കെ ഓർമ്മിക്കുന്ന ഒരു അവസ്ഥ അല്ലാഹു നൽകുമാറാകട്ടെ. അവിടുത്തെ ബർക്കത്ത് കൊണ്ട് നമ്മളൊക്കെ ഹിദായത്തിന്റെ കൂട്ടത്തിൽ പൊടുത്തി തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് കയ്യിൽ സംഭാവന ഉള്ളവരൊക്കെ എടുത്ത്, നല്ല മജ്ലിസല്ലേ, വലിയ ബർക്കത്തുള്ള മജ്ലിസാണ് ഇൻഷാ അല്ലാഹ്.